അല്ല വായില്ലായിരിക്കണേ. അന്ന് സന്ധ്യ ക്ലാസ്സിനും പോയില്ലാവോ? എന്തെന്ന് പറ്റിയത്? എന്താ അറിയില്ല. ചോദിച്ചു എടീജ എന്താ ഇവിടെ കുത്തിരിക്കണെന്ന്? എന്താ ടെൻഷനായിട്ട് ഇങ്ങനെ കുത്തിരിക്കണേ? എന്ത് പറ്റി എനിക്ക്? എടി ഞാൻ ഇന്ന് പോകേണ്ട ആളാണ്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഈ വൈബിന് കണ്ടിട്ട് പോകാൻ തോന്നണില്ല. 2 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. എന്റെ ഫ്രണ്ട്സൊക്കെ പിന്നെ വേറെ ഫ്രണ്ട്സൊക്കെ വന്നിക്കണ് ഇങ്ങോട്ട്. എനിക്ക് പോകാനാണ് തോന്നണില്ല. എവിടൊക്കെ കണ്ടുകള് പോ എവിടൊക്കെ എത്രമൂന്ന് സ്ഥലമുണ്ട് കാണാന്. എന്നാലേ വേറെ സ്ഥലം ഇവിടെ കാണാന്. ഇത് കണ്ടാഴ്ച ഒരു മാസത്തിന് പോലും അത്രക്കും വൈബാണ്. എന്താടി അത് കാണിച്ചു കൊടുത്താൽ നമുക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇന്നും പോവാൻ പറ്റൂലേ? ഇന്നോ ഇനി ഇത് കണ്ട തീരുമാനിച്ചു. ഇന്ന് പോണത് തീരുമാനിച്ചു. നമുക്ക് പോയോ? ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് വന്നിക്കണത് എവിടെയെന്നറിയോ? മുക്കം മൗണ്ട് 316 ഇൻ എന്ന ഒരു അടിപൊളി റിസോർട്ടിലാണ് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ എത്തിക്കണത്. അപ്പോൾ ഞങ്ങളൊരു 10-20 ആൾക്കാരാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നൈറ്റ് സ്റ്റേ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ ഒരു റിസോർട്ട് ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 10-20 ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫാമിലി ആയിട്ടൊക്കെ വരാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു റിസോർട്ടാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ബെഡ്റൂം, ഫാമിലി ആയിട്ട് വരാനും പറ്റുന്ന അടിപൊളി ബെഡ്റൂമാണ്. സൂപ്പറായിട്ട് നല്ല ക്ലീൻ ആയിട്ട് ബാത്റൂം അറ്റാച്ച്മെന്റ്. അപ്പോൾ അതാ അടിപൊളി ബെഡ്റൂമുകളാണ് കേട്ടോ. നമുക്ക് അവിടുന്ന് പോരാൻ തന്നെ തോന്നില്ല. പിന്നെ ഇവിടെയുള്ള പരിസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാ പറയുന്നേ വേണ്ട. സായാഹ്നത്തിലാണെങ്കിലും രാവിലെ ആണെങ്കിലും ഞങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ഫാമിലി ആയിട്ട് വന്നിട്ട് സ്വസ്ഥതയോടെ സമാധാനത്തോടു കൂടെ നമുക്ക് എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് കേട്ടത്. പിന്നെ ഇവിടെ അധികം പൈസ ഒന്നും ഇല്ല. കുറഞ്ഞ പൈസക്ക് നമുക്ക് കുറേ സമയം ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓരോ ദിവസം ഓരോ ഫാമിലിക്ക് റെൻറ്റിനായിട്ട് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ കുറഞ്ഞ പൈസക്ക് തന്നെ ഇവിടെ വന്ന് പോകാൻ പറ്റും എന്നുള്ളതാണ്. നല്ല അടിപൊളി പൂളാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയുക, പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ, മലകൾ, കുന്നുകളൊക്കെ നമുക്ക് ഇവിടെ കണ്ട് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇത് നൈറ്റിലാണെങ്കിൽ ഒരു പ്രത്യേക വൈബാണ്. പിന്നെ ഇതിൻ്റെ മുകളിലുണ്ട് 2 റൂം ഫാമിലിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള റൂമാണെങ്കിലും അടിപൊളിയാണ്. മുകളിൽ നല്ലൊരു ഹാളുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ജനലില്ലാന്ന് തോന്നും. ഗ്ലാസ് ആണെങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ടോ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നല്ലൊരു വൈബാണ്. അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അതിരാവിലെ നല്ല മഞ്ഞാണ്. ഇതിലിങ്ങനെ വെറുതെ നടക്കാൻ തോന്നും. സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിലേക്ക് പോകാൻ തന്നെ തോന്നണില്ല. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ഫാമിലീനെ കൊണ്ടോ അല്ലെങ്കിൽ നവദമ്പതികളോ എല്ലാവർക്കും ഇവിടെ വരാം കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞു മക്കളെയും കൂടെ കൊണ്ടുവരാം. അപ്പോൾ കുഞ്ഞു മക്കൾ നമ്മളിവിടെ കിടത്തുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വരെ നമ്മളെ മക്കൾ ബെഡിൽ കിടക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ സാബുസാറ് മൂമെൻറ്റോ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂമെൻറ്റോ തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തരാനുള്ള 20 പേർക്കുള്ള മൂമെൻറ്റോയാണ് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സാബുസാറാണ് ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇത് രാത്രി വൈബാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതാ രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് പാട്ടും കൂത്തും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കൂത്തില്ല കേട്ടോ, പാട്ടും എന്താ പറയുക ഡാൻസും അടിപൊളിയായിരുന്നു. പിന്നെ പൂളിൽ കളിക്കൽ എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും തന്നെ നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾക്കുള്ള ഭക്ഷണം കുക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു ഗുഡ് ഗേൾ എന്ന് പേരുള്ളൊരു അസ്മ ഉണ്ട് കേട്ടോ. അസ്മയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ കുറേ ആൾക്കാർ ചായക്ക് കടി ഉണ്ണിയപ്പം നെയ്യപ്പം കൊണ്ടുവന്നിരുന്നു. അതും കുടിച്ച് ചായ കുടിച്ചു, നാരങ്ങ വെള്ളം കുടിച്ചു. പിന്നെ കടായി ചിക്കൻ കടായി വെക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ ഗുഡ് ഗേള്. അപ്പോൾ ഞാനും അവളെ ഗുഡ് ഗേളേ എന്ന് വിളിക്കുള്ളൂ കേട്ടോ. കാരണം അവളൊരു ഗുഡ് ഗേളാണ് കേട്ടോ, അസ്മയാണ് കേട്ടോ. അപ്പോൾ അവൾ നല്ല പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ
ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ഗുഡ് ഗേളിനെ കണ്ട ഈ ചിക്കൻ വിളമ്പുന്നവളാണ് കേട്ടോ ഗുഡ് ഗേൾ എന്ന് പറയുന്നത്, നമ്മുടെ അസ്മക്കുട്ടി. ഇവിടെ അടിപൊളിയാണ് കേട്ടോ കുക്കിങ് ചെയ്യാൻ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് കിട്ടുന്ന ആൾക്കാർക്ക് ഒരു ഗിഫ്റ്റ്, ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കിട്ടിയത് പിന്നെ നിഷ എന്ന് പറഞ്ഞൊരു കുട്ടിക്കായിരുന്നു. അപ്പോൾ അൻഷിഫ് മോനിക്കലാണ് ആ ഗിഫ്റ്റ് അവൾക്ക് കൈമാറുന്നത്. പിന്നെ എനിക്ക് ഇവിടെ പുറത്തുള്ള വൈബ് മാത്രമാണ് കാണിക്കാൻ തോന്നുന്നത് കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പോയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള മലമുകളിലുള്ള കാഴ്ച. അപ്പോൾ ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ, രാവിലത്തെ വ്യൂ ആണിത്. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനും ആനന്ദിക്കാനും ഉല്ലസിക്കാനും ഒക്കെ ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ. കുറച്ചിങ്ങോട്ട് മുക്കത്തുനിന്ന് കുറച്ചിങ്ങോട്ട് പോരണമെന്നേ ഉള്ളൂ. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സൂപ്പർ സ്ഥലമാണ്. അന്ന് മാത്രമല്ല ഇവിടെ നമുക്ക് മീറ്റിംഗ് കൂടാനും നമുക്ക് അതുപോലെ ഹാളുണ്ട്, മൈക്കുണ്ട്, നമുക്ക് എന്താ പറയുക എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സ്ഥലത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും വെച്ച് ആയിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ഇരുന്ന് സംസാരിക്കാനും ഒക്കെ പറ്റും, ഫോട്ടോ എടുക്കാനും നല്ല ഫോട്ടോ ഫേസൊക്കെ ഉള്ള നല്ലൊരു അന്തരീക്ഷം, കാലാവസ്ഥ, പിന്നെ നല്ല തണുപ്പാണ്. പിന്നെ ഇവിടുത്തെ സാബുവേട്ടനാണ് ഇതിൻ്റെ ഓണറാണ്. ഞങ്ങൾക്ക് ചായക്ക് കടിയൊക്കെ അവരെ വകയായിരുന്നു. മുട്ടയും പുട്ടാണ് ഇട്ടത്. അതിലേക്ക് നല്ല അടിപൊളി കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുടിച്ചിട്ട് രാവിലെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. എല്ലാവരും ഞങ്ങൾ 20 പേരുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ ഫാമിലീനെയും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് വന്നവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാമിലീനെയും കൊണ്ടൊക്കെ വരാമായിരുന്നു. ഫാമിലീനെ കൊണ്ട് മക്കളെയും കൊണ്ടൊക്കെ വന്നവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ രാവിലെ ചായയും കടിയും എടുത്ത് കഴിക്കുന്ന ടാറ്റാ. അപ്പൊ എങ്ങനെയുണ്ട് ജസ്റ്റ് ഇവിടുത്തത് സ്ഥലം? അടിപൊളി സ്ഥലം, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള എന്താ പറയാ നല്ല കാലാവസ്ഥ. നമുക്ക് എന്താ പറയാ രാത്രിയായാലും പകലായാലും ഒക്കെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു, ഭക്ഷണമായാലും ഒക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് ആൾക്കാർ ചായ കുടിച്ചേക്ക് ടാറ്റ പറഞ്ഞു പോയി. 2 പേര് വന്നാലും 20 പേര് വന്നാലും 200 പേര് വന്നാലും ഒരു ടീമിന് മാത്രമേ കൊടുക്കുള്ളൂ. കാരണം 100% പ്രൈവസി ഉള്ള പ്രോപ്പർട്ടി ആണല്ലോ ഇത്. പിന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിള്ളേർക്കുള്ള ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, പൂളുണ്ട്, വാട്ടർഫാൾസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട്, ഗ്രില്ല് ചെയ്യാൻ സംവിധാനമുണ്ട്, വിശാലമായ കിച്ചൺ ഉണ്ട്. പിന്നെ റൂം എന്ന് പറഞ്ഞാൽ ലക്ഷറീസ് റൂംസാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് എന്തുണ്ട്, നമുക്ക് ലീവിങ് ഏരിയ ഏകദേശം 20 പേർക്ക് മീറ്റിംഗ് കൂടാൻ പറ്റിയ 2 ലീവിങ് ഏരിയ ഉണ്ട്. പിന്നെ നമുക്ക് മീറ്റിംഗ് ഹാൾ അത് വേറെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരാൾക്ക് 1250 പെർ ഡേ. അങ്ങനെ മിനിമം 10 പേര് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം 10 പേർക്ക് 12,500 രൂപ. ഹോൾ പ്രോപ്പർട്ടി നമുക്ക് അൺലിമിറ്റഡ് ഉപയോഗിക്കാം. അതാണ് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത. ഓരോ റെസ്ട്രിക്ഷനും ഒരു മേഖലയിൽ ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു.